വ്യായാമവും ആരോഗ്യവും. വ്യായാമം കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുകയുള്ളൂ എന്നാണല്ലോ നമ്മൾ പറയാറുള്ളത്. ഭക്ഷണത്തെയും മരുന്നുകളെയും പോലെ പ്രധാനമാണ് ശരിയായ വ്യായാമം. ഇത് ശരീരത്തെ മാത്രമല്ല, മനസ്സിനെയും ഒരു പരിധിവരെ സ്വാധീനിക്കും. വ്യായാമത്തിൽ ശരീരവും മനസ്സും ഒരുപോലെ വ്യാപൃതമാവണം. അത്തരത്തിലുള്ള വ്യായാമം മാത്രമേ ഉപകാരപ്പെടുകയുള്ളൂ. ആരോഗ്യമായ ശരീരത്തിനും മനസ്സിനും ചിട്ടയായ ഭക്ഷണവും ഉറക്കവും പോലെ തന്നെ വ്യായാമവും ആവശ്യമാണ്. വൈകിട്ടും കാലത്തുമുള്ള നടത്തമാണ് ഏറ്റവും മികച്ച വ്യായാമമായി ഡോക്ടർമാർ നിർദ്ദേശിക്കാറുള്ളത്. നടത്തം കൊണ്ട് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ചലിക്കുന്നു. ഇത് രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വ്യായാമത്തിലൂടെ ആരോഗ്യം നേടാം. ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാനും തുടർന്ന് നിലനിർത്തിക്കൊണ്ടുപോകാനും വ്യായാമം കൊണ്ട് സാധിക്കുമെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. ഒട്ടും വ്യായാമം ചെയ്യുന്നില്ല എന്നത് ഒരു മോശപ്പെട്ട വാർത്തയാണ്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ വ്യായാമം കുറഞ്ഞുവരുന്നു. ജീവിത സൗകര്യം വർദ്ധിക്കുന്നതും അധ്വാനം കുറയുന്നതും കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. വ്യായാമമില്ലായ്മ കൊണ്ടുള്ള ദോഷങ്ങൾ. പേശിക്ക് ബലക്കുറവ്, ഉറക്കക്കുറവ്, പൊണ്ണത്തടി, ജോലി ചെയ്യാനുള്ള കാര്യക്ഷമതയില്ലായ്മ, തുടർച്ചയായി ജോലി ചെയ്യാനുള്ള ശേഷിയില്ലായ്മ, ക്ഷീണം, അലസത, ഹൃദയസംബന്ധമായ അസുഖങ്ങൾ, പ്രമേഹം, കൊളസ്ട്രോൾ തുടങ്ങിയ അസുഖങ്ങളുണ്ടാവാനുള്ള സാധ്യത, എല്ലിന്റെ ദൃഢത കുറയുന്നു, മാനസിക പ്രശ്നങ്ങൾ, ഉദാഹരണം ഡിപ്രഷൻ, മറവിരോഗം, മസിലിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഉദാഹരണം മസിലിന് ശോഷണം സംഭവിക്കുന്നു, മസിലിന്റെ ശക്തി കുറയുന്നു, മസിലിന്റെ പ്രവർത്തനം കുറയുന്നു, ഇയർ ബാലൻസിംഗ് പ്രശ്നം. വ്യായാമം കൊണ്ടുള്ള ഗുണങ്ങൾ. വയർ സംബന്ധമായ അസുഖങ്ങൾ കുറയുന്നു. ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വലിയ വ്യത്യാസമുണ്ടാവുന്നു. ഹൃദയമിടിപ്പ് ആരോഗ്യകരമായ അവസ്ഥയിലേക്ക് എത്തുന്നു. രക്തസമ്മർദ്ദം കുറയുന്നു. ഹൃദയസംബന്ധമായ രോഗങ്ങൾ കുറയുന്നു. എല്ലിന്റെ ശോഷീകരണം അല്ലെങ്കിൽ ബലക്ഷയം തടയുന്നു. വളർച്ച കൂടുന്നു. പ്രമേഹം, പൊണ്ണത്തടി എന്നിവ നിയന്ത്രണ വിധേയമാകുന്നു. കൊളസ്ട്രോൾ കുറയുന്നു. ഹാർട്ട് അറ്റാക്ക് തടയുന്നു. കുടലിലെ ക്യാൻസർ സാധ്യത ഇല്ലാതാക്കുന്നു. ടെൻഷനും ഭയപ്പാടും ഇല്ലാതാക്കുന്നു. ശക്തിയും ഊർജ്ജസ്വലതയും കൂടുന്നു. ശരീരത്തിന്റെ ബലം സന്തുലിതമാകുന്നു. സുഖമായ ഉറക്കം ലഭിക്കുന്നു. ശരീരത്തിനും മനസ്സിനും സുഖം കിട്ടുന്നു. മറവി രോഗം കുറയ്ക്കുന്നു. നിത്യജീവിതത്തിൽ പ്രസരിപ്പും പ്രസന്നതയും കൂടുന്നു. പ്രായം ചെന്നവർക്ക് ക്ഷീണവും തളർച്ചയും കുറയുകയും ശരീരത്തിന് ശക്തി കൂടുകയും ചെയ്യുന്നു. ശരീരസന്ധികൾക്കും കശേരുക്കൾക്കും പേശീനാഡികൾക്കും കൂടുതൽ ആയാസവും ബലവും സുഖവും കിട്ടുന്നു. കൂടുതൽ ആരോഗ്യവാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ.